വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഡൈപോൾ മൊമെൻ്റ് ആണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ അറേഞ്ച്മെൻറ്റ് ഓർ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. നോക്കുക, ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. മൈനസ് ക്യൂ ചാർജ് ആൻഡ് പ്ലസ് ക്യൂ ചാർജ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി. ഓക്കെ, ഇനി ഈ ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഡൈപോളുകൾ മാത്രമല്ല, ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രിക് മോണോപോൾ എന്ന് വിളിക്കും, രണ്ട് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കും. ഇനി ഒന്നിലധികം ചാർജുകൾ ഉണ്ടാവാം, മൾട്ടിപ്പിൾ കേസുകൾ ഉണ്ടാവാം, അതായത് ക്വാഡ്രാപോൾ ഉണ്ടാവാം, ഒക്ടാപോൾ ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റം ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ചാർജസുകളുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും മാഗ്നറ്റ് പറയുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഡൈപോൾ എന്നുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ മിക്കവാറും പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇലക്ട്രിക് ഡൈപോൾ ആർ ദ system of two equal and opposite charges which are separated by a very small distance. Okay, ഇനി ഡൈപോൾ പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ഇൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ചാർജ്, അതായത് നമുക്കിപ്പം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ശ്രദ്ധിക്കുക, വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ആര്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ സ്മോൾ പി. ഓക്കെ, ഇനി മാത്തമാറ്റിക്കലായിട്ടാണെങ്കിൽ വെക്റ്റർ പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി. കാരണം ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ അതിനെന്തായാലും വെക്റ്റർ ആവാൻ പറ്റില്ല. പിന്നെ വെക്റ്റർ ആവണമെങ്കിൽ ആരാവണം? ഈ ഡിസ്റ്റൻസ് വെക്റ്റർ ആയിരിക്കണം. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ, കാരണം ഇതൊരു വെക്റ്ററാണ്, സോ ഇറ്റ് വിൽ ഹാവ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് പറയുക? പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയാം. നേരെ തിരിച്ച് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ എന്താണെന്ന് പറഞ്ഞു? ഡൈപോൾ ഈസ് എ സിസ്റ്റം ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. Dipole moment, it's a vector quantity which is obtained as the product of one of the charges into distance between the charge. It is a vector quantity. The direction of electric dipole moment is from negative charge to positive charge. Clear? ഇനി നമുക്കിവിടെ കാണേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ electric dipole at a distance r from the center of a dipole and making an angle theta between the dipole moment and the radial distance. അതായത് എൻ്റെ കയ്യിലൊരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയൽ ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസ് അകലെ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് റേഡിയൽ ഡയറക്ഷൻ. നോക്കുക, -2 ആണ് നമ്മുടെ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഞാനിവിടെ ആംഗിൾ തീറ്റ, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ആർ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് കാണേണ്ടത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഡൈപോൾ കാണേണ്ടത്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുന്നത് V ഈക്വൽ ടു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4πε0 r² ആണ്. ഓക്കെ, ഇനി വെക്ടർ നൊട്ടേഷൻ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പി കോസ് തീറ്റനെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് പി ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ 4πε0 r². ശ്രദ്ധിക്കുക, പി ഡോട്ട് ആർ ക്യാപ് എന്താണ്? മോഡുലസ് ഓഫ് പി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ ക്യാപ് ഇൻറ്റു കോസ് തീറ്റ. ആർ ക്യാപ്പ് യൂണിറ്റ് വെക്ടറാ, അതിൻ്റെ മോഡുലസ് വാല്യൂ എത്രയാ? മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1 ആണ്. സോ വി വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏത് റിലേഷൻ യൂസ് ചെയ്യാം? നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും നമ്മൾ ഒരേ ഒരു റിലേഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, പക്ഷേ ഈ ഒരു സിസ്റ്റം നോക്കുക, ഈ ഒരു പൊട്ടൻഷ്യൽ നോക്കുക, ഈ പൊട്ടൻഷ്യലിൽ റേഡിയൽ ഡിസ്റ്റൻസ് ഉണ്ട്, ആംഗിൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ പിന്നെ ആര് യൂസ് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു യൂസ് ദ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുമ്പം നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഗ്രേഡിയൻറ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ?
Okay, now in spherical polar coordinate, the gradient of potential is written as dou v by dou r into r cap plus 1 by r into dou v by dou theta into theta cap plus 1 by r sin theta dou v by dou phi into phi cap. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഗ്രേഡിയൻറ്റിൻ്റെ മീനിങ് എന്താ? എനി സ്കേലാർ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഡിസ്റ്റൻസ് ആണ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് പറയാം. ഇത് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നോക്കുക, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ആർ, തീറ്റ ആൻഡ് ഫൈ ആ. അപ്പം ആറിൽ കറസ്പോണ്ടിങ് റേഡിയൽ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻ്റൽ ലെങ്ത്ത് ഡി എൽ ആർ, അതിൻ്റെ വാല്യൂ എന്താ? ഡി ആർ മാത്രം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. രണ്ടാമത് തീറ്റ. അപ്പോൾ ഡി എൽ തീറ്റ വരും, എലമെൻ്റൽ ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ പോളാർ ആംഗിൾ തീറ്റ. ഡി എൽ തീറ്റ എന്ന് പറയുന്നത് ആർ ഡി തീറ്റയാണ്. ഡി എൽ ഫൈ, എലമെൻ്റൽ ലെങ്ത് കറസ്പോണ്ടിങ് ടു ഫൈ, അതെത്രയാ? ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ്. അപ്പോൾ നോക്കിയേ, ഇനി ഞാൻ ഇക്വേഷൻ എഴുതി നോക്കാം. ഡെൽ വി ഈക്വൽ ടു ഡോ വി ബൈ ഡി എൽ ആർ. ഡി എൽ ആറിൻ്റെ വാല്യൂ എന്താ? ഡി ആർ ആണ്. ഇത് ഞാൻ പാർഷ്യൽ ആക്കിയെന്നുള്ളൂ. സോ ഡോ ആർ, അതിൻ്റെ ഡയറക്ഷൻ ആർ ക്യാപ്, പ്ലസ് അടുത്തത് ഡോ വി ബൈ ഡി എൽ തീറ്റ. ഡി എൽ തീറ്റേൻ്റെ വാല്യൂ എന്താ പറഞ്ഞാൽ? ആർ ഡി തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ്, പ്ലസ് അടുത്തത് ഡോ വി ബൈ ഡി എൽ ഫൈ ആർ സൈൻ തീറ്റ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്. അപ്പോൾ നോക്കിയേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പോൾ റേഡിയൽ ഡിസ്റ്റൻസിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ് ആർ ക്യാപ്പ്, പോളാർ ആംഗിളിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ് തീറ്റ ക്യാപ്പ്, അസിമിത്തൽ ആംഗിളിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ് ഫൈ ക്യാപ്പ്. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാണാം. കാരണം ഈ ഒരു വാല്യൂവിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ് ആര്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഞാൻ അതാണ് ഇനി അടുത്തതായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ആർ, ദാറ്റ് ഈസ് ദ റേഡിയൽ കോമ്പണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഈ ഇലക്ട്രിക് ഫീൽഡും എസ് പി സിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലും കോമ്പണൻറ്റ് ഉണ്ടാവും ഇ ആർ ആർ ക്യാപ് പ്ലസ് ഈ തീറ്റ തീറ്റ ക്യാപ് പ്ലസ് ഈ ഫൈ ഫൈ ക്യാപ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പം ഇ ആർ എന്താ? മൈനസ് ഡോ വി ബൈ ഡോ ആർ. വിൻ്റെ വാല്യൂ നമുക്കറിയാം, അതാണ് അല്ലേ? അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുന്ന സമയത്ത് പി കോസ് തീറ്റ ബൈ 4 എപ്സിലോൺ 0 വരെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരെ മാത്രം ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി? ഡോ ബൈ ഡോ ആർ ഓഫ് 1 ബൈ ആർ സ്ക്വയർ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ ആർ സ്ക്വയർ? മൈനസ് 2 ബൈ ആർ ക്യൂബ്. അപ്പോൾ 2 ബൈ ആർ ക്യൂബ്, മൈനസ് 2 ബൈ ആർ ക്യൂബ് ഉണ്ടാവും. ഈ മൈനസും മൈനസും പ്ലസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ പ്ലസ് മാത്രം ഇട്ടത്. ഓക്കെ, സോ 2 ബൈ ആർ ക്യൂബ്. സോ ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യണേ. പിന്നെ ഈ തീറ്റ ആരാ? ഇതല്ലേ? മൈനസ് ഡോ വി ബൈ മൈനസ് ഡോ വി ബൈ ആർ ഡോ തീറ്റ അല്ലേ? അല്ലേ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നത്. അപ്പോൾ തീറ്റ ആയതുകൊണ്ട് കോസ് തീറ്റ ടേം ഒഴികെ ബാക്കിയുള്ളതൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പി ബൈ 4 എപ്സിലോൺ 0 ആർ സ്ക്വയർ, ഇവിടെ ഡിവൈഡ് ബൈ ഒരു ആറുണ്ട്. അപ്പം പി ബൈ 4 എപ്സിലോൺ 0 ആർ ക്യൂബ്. ശരിയല്ലേ? ഇനി വാട്ട് ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് കോസ് തീറ്റ? മൈനസ് സൈൻ തീറ്റ. ഇനി ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസും മൈനസും പ്ലസ് പ്ലസ് സൈൻ തീറ്റ. ക്ലിയർ? ഇനി ഇ ഫൈ എന്ന് പറയുമ്പോൾ മൈനസ് 1 ബൈ ആർ സൈൻ തീറ്റ അല്ലേ? മൈനസ് 1 ബൈ ആർ സൈൻ തീറ്റ ഡോ വി ബൈ ഡോ ഫൈ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ പൊട്ടൻഷ്യൽ ടേമിൽ എന്തില്ല? ഫൈൻ്റെ ടേമില്ല. സോ ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടി അല്ലേ? ഈ വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജനറലൈസ് ചെയ്യാം. നോക്കാം, ഈക്വൽ ടു എല്ലാ ടേമിലും പി ബൈ 4 എപ്സിലോൺ 0 ആർ ക്യൂബ് കോമൺ അല്ലേ? സോ പി ബൈ 4 എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു ഫസ്റ്റ് ടേം ഈ ആറിൻ്റെ കോമൺ അല്ലേ? 2 കോസ് തീറ്റ ബാക്കിയുണ്ട്. സോ 2 കോസ് തീറ്റ ആർ ക്യാപ് പ്ലസ് ഈ ടേമിലോ സൈൻ തീറ്റ. സോ സൈൻ തീറ്റ തീറ്റ ക്യാപ്. സോ ഇ ഈക്വൽ ടു പി ബൈ 4 എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു 2 കോസ് തീറ്റ ആർ ക്യാപ് പ്ലസ് സൈൻ തീറ്റ തീറ്റ ക്യാപ്. ക്ലിയർ? ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലോ, മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ എടുക്കുക? സ്ക്വയർ റൂട്ട് അല്ലേ? സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കും. അപ്പം ഇ ഓർ മോഡുലസ് ഓഫ് ഇ ഈക്വൽ ടു പി ബൈ 4 എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു, ഇനി ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പം 4 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. 4 കോസ് സ്ക്വയർ തീറ്റനെ ഞാൻ 3 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതിയെന്ന് വരിക.
പ്ലസ് ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? 1. ആ 1 ആണത്. പിന്നെ ബാക്കി ആരേ ഉള്ളൂ? 3 കോസ് സ്ക്വയർ തീറ്റ. ആ 3 കോസ് സ്ക്വയർ തീറ്റ, അത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ. So this is the magnitude of electric field. This is the magnitude of electric field at a distance r from the center of the dipole, making an angle theta with the dipole moment and the radial direction. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ നിങ്ങൾ +2 പഠിച്ചതാണ്. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 2p/4πε0 r³ എന്നാണ് ആക്സിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. ഇക്വറ്റോറിയൽ ആണെങ്കിലോ p/4πε0 r³. നോക്കുക, ഇത് ആക്സിയൽ ആയിരുന്നെങ്കിൽ തീറ്റേൻ്റെ വാല്യൂ എന്താ വരിക? 0. ഇതിൽ തീറ്റേൻ്റെ വാല്യൂ 0 കൊടുത്തോളൂ. തീറ്റേൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? കോസ് 0 1 സൈൻ 0 0 അല്ലേ? അപ്പം p/4πε0 r³ × 2, അതിൻ്റെ ഡയറക്ഷനാണ് r⁻. ശരിയല്ലേ? അപ്പോൾ 2p/4πε0 r³ ആയില്ലേ? ഇനി വേണ്ട അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എടുത്താലും മതി, കുഴപ്പമില്ല. കോസ് സ്ക്വയർ തീറ്റ നോക്കുക, തീറ്റേൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ 1. അപ്പോൾ √3 + 1 √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 2p/4πε0 r³. ശരിയല്ലേ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വറ്റോറിയൽ നോക്കാം. ഇക്വറ്റോറിയൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇക്വറ്റോറിയൽ നോക്കുമ്പോൾ ആംഗിൾ എത്ര വരും? ഇക്വറ്റോറിയൽ ആകുമ്പോൾ ആംഗിൾ 90. കോസ് 90 എത്രയാ? 0. √1 1. സോ p/4πε0 r³. ക്ലിയർ? സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് കൺസിഡറിങ് ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഒരാൾ കൂടെ ഉണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ്. തൽക്കാലം ഞാൻ സൂപ്പർ കണ്ടക്ടർ സ്പെഷ്യൽ കേസായിട്ട് ഞാൻ മാറ്റി വയ്ക്കാം. ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസ് ഹാവിങ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിക് ചാർജ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ഫ്രീ ചാർജുകളുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ടേഴ്സ്. സോ കണ്ടക്ടേഴ്സ് ആർ ഹാവിങ് unlimited supply of electric charges. Second one, സെമി കണ്ടക്ടേഴ്സ് ഞാനൊരു സ്പെഷ്യൽ കേസായിട്ട് അതും മാറ്റുന്നു. കാരണം അത് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അവിടെ ഇലക്ട്രോണുകൾ മാത്രമല്ല, ഇലക്ട്രോൺ ഹോൾ പെയറുകൾ, ഇലക്ട്രോണുകളുടെയും ഹോളുകളുടെയും മൂവ്മെൻറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ കണ്ടക്ഷൻ പ്രോപ്പർട്ടി പറയേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. പക്ഷേ ഇൻസുലേറ്റർ ഞാൻ പറയും. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക്ലി കണ്ടക്റ്റിംഗ് ആണ്. ശരിയല്ലേ? എന്താണ് ഈ വീക്ക്ലി കണ്ടക്റ്റിങ്ങിന് കാരണം? ഒന്നെങ്കിൽ അതിലുള്ള ചാർജുകൾ അല്ലെങ്കിൽ ഫ്രീ ചാർജുകളുടെ എണ്ണം എന്താണ്? വളരെ കുറവാണ്. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഇലക്ട്രോണുകൾ, ഈ ഇലക്ട്രിക് ചാർജുകൾ ഏത് ആറ്റമോ മോളിക്യൂളോ ആയിട്ടാണോ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുമാവാം ഈ ഇൻസുലേറ്റർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ മേക്ക് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നോക്കുക, ഇൻസുലേറ്റേഴ്സ് ഡു നോട്ട് ഹാവ് ഫ്രീ ചാർജസ് ആൻഡ് ചാർജസ് ആർ വെൽ അറ്റാച്ച്ഡ് ടു ആറ്റം ഓർ മോളിക്യൂൾ. അതുകൊണ്ട് അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലോ? ഇൻ അതർ വേർഡ്സ്, ദ ചാർജസ് ക്യാൻ ഡിസ്പ്ലേസ് ടു എ വെരി സ്മോൾ എമൗണ്ട് വിത്തിൻ ദ ആറ്റം ഓർ മോളിക്യൂൾ. മൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിന് ചെറിയ എമൗണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരിക്കലും കണ്ടക്ഷൻ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇനി ഈ ഇൻസുലേറ്ററിൽ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഓഫ് ഇൻസുലേറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഡൈഇലക്ട്രിക്. എന്താണ് ഡൈഇലക്ട്രിക്? ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഇൻസുലേറ്റർ ഇറ്റ് സെൽഫ്. Dielectrics are insulators whose behavior gets modified under the influence of an external electric field. നമ്മൾ ഈ ഒരു ഇൻസുലേറ്ററിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസുലേറ്ററിൻ്റെ ബിഹേവിയറിൽ, അതായത് കണ്ടക്ഷൻ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഇൻസുലേറ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈ ഇലക്ട്രിക്സ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ, ഗ്ലാസ്, ഓയിൽ, മൈക്ക എക്സെട്ര, ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്ററുകളാണ് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക്കുകളാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ഷൻ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്? മാറപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റപ്പെടുന്നുണ്ട്. ക്ലിയർ? ഇനി ഈ ഡൈഇലക്ട്രിക്സിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദേ ആർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക് ആൻഡ് അനൈസോട്രോപിക് ഡൈഇലക്ട്രിക്. നമ്മൾ നേരത്തെ ഐസോട്രോപിക് മീഡിയം, അനൈസോട്രോപിക് മീഡിയം ഒക്കെ പറഞ്ഞത് അല്ലേ? ഐസോട്രോപിക് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു.
അപ്പോൾ അതേപോലെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ an isotropic dielectric are the dielectric whose behavior change is independent of the direction of applied electric field. അതായത് നമ്മുടെ ഈ ഡയലക്ട്രിക്കിൻ്റെ ബിഹേവിയർ ചേഞ്ച് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തോട്ടെ അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബിഹേവിയറിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയലക്ട്രിക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? എന്ത്? ഐസോട്രോപിക് ഡയലക്ട്രിക്. അങ്ങനെയാണെങ്കിൽ അനൈസോട്രോപിക് ഡയലക്ട്രിക് എന്തായിരിക്കും? നേരെ തിരിച്ച്. ബിഹേവിയർ ചേഞ്ച് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇഫ് ദ behavior change depends or the behavior of the dielectric depends on the direction of applied electric field, such dielectrics are known as anisotropic dielectric. ഓക്കെ, അപ്പോൾ ഡയലക്ട്രിക്കിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞു, ഐസോട്രോപിക് ആൻഡ് അനൈസോട്രോപിക് ഡയലക്ട്രിക്. ഇനി നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് പോളാർ ആൻഡ് നോൺ പോളാർ ഡയലക്ട്രിക്സുകളാണ്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. എന്തുകൊണ്ടാണ് നമ്മളൊരു ഡയലക്ട്രിക്കിനെ പോളാർ ഡയലക്ട്രിക് എന്നും എന്തുകൊണ്ടാണ് ഒരു ഡയലക്ട്രിക്കിനെ നോൺ പോളാർ ഡയലക്ട്രിക് എന്ന് വിളിക്കുന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.